ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആകൾ കേട്ടിട്ടില്ലേ? റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹു ഈ നാട്ടുകാർക്ക് കായ്കനികൾ റിസ്ഖായി കൊടുക്കണേ എന്ന് ദുആ ചെയ്തതിനേക്കാൾ മുൻപ് എന്ത് ദുആ ചെയ്തു? ഈ നാട്ടിൽ നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് ദുആ ചെയ്തു. നിർഭയത്വമാണ് തിന്നാനും കുടിക്കാനും ലഭിക്കുക എന്ന അനുഗ്രഹത്തെക്കാൾ വലുത്. കാരണം നിർഭയത്വം ഇല്ല എങ്കിൽ, പേടിച്ചിട്ടാണ് കഴിയുന്നത് എങ്കിൽ ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങൂല. നിന്റെ ഇണകളുമായോ കുട്ടികളുമായോ സന്തോഷത്തോടെ ഇരിക്കാൻ, അവരുമായി കളിചിരികൾ പങ്കിടാൻ കഴിയില്ല. പുറത്തു ബോംബ് വന്ന് വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, വെടിയൊച്ചകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമായിരിക്കും? എന്ത് ജീവിതമായിരിക്കും? അവനോ എൻ്റെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ പിടിച്ച് ഇങ്ങനെ അഴിയേണ്ടി വരിക എന്നത് സുബ്ഹാനല്ലാഹ്, അത് നിർഭയത്വത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ടാണ് നിർഭയത്വം നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും നീ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹമല അലൈന സിലാഹ് ഫലൈസ മിന്ന. നമുക്ക് നേരെ ആയുധമെടുത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. കാരണം ആയുധം എടുത്തവൻ നിർഭയത്വത്തിന് നേരെയാണ് അത് ചൂണ്ടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മക്കയിലേക്ക് അള്ളാഹു പ്രവേശനം നൽകും എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, തദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. നിർഭയത്വത്തോടെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടേക്ക് കയറും. നിർഭയത്വത്തോടെ. സബ എന്ന് പറയുന്ന പഴയ കാലത്ത് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു നാടുണ്ടായിരുന്നു. അള്ളാഹു ആ നാട്ടുകാരോട് പറഞ്ഞു, സീറു ഫീഹാ ലയാലി വ അയ്യാമൻ ആമിനീൻ. നിർഭയത്വത്തോടെ നിങ്ങൾ യാത്ര ചെയ്തോളൂ. നിർഭയത്വം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം.